കേരള വിഷൻ ന്യൂസ്, കൊച്ചി. കണ്ണൂർ മാടായിപ്പാറയിൽ കാക്കപ്പൂ വസന്തം ഇക്കുറി നേരത്തെ എത്തി. ഏക്കർ കണക്കിന് സ്ഥലത്താണ് കാക്കപ്പൂ വിരിഞ്ഞു നിൽക്കുന്നത്. ഇരപിടിയൻ സസ്യം കൂടിയാണ് കാക്കപ്പൂവുകൾ. മറ്റൊരു ഇരപിടിയൻ പ്രാണിഭോജ സസ്യമായ ഡ്രോസിറ ഇൻഡിക്ക വ്യാപകമായി കാണപ്പെടുന്ന ചെങ്കൽ കുന്നുകൂടിയാണ് മാടായിപ്പാറ. ഋതുഭേദങ്ങൾക്കനുസരിച്ച് വർണ്ണം പുതുക്കുന്ന പ്രകൃതി രമണീയമായ മാടായിപ്പാറയിൽ നീലപ്പൂകളുടെ 7 ഇനങ്ങളുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. മൺസൂൺ കാലത്തോടെ ഹരിത നിറമണിയുന്ന മാടായിപ്പാറ മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ ഡൈമേറിയ പുല്ലുകളുടെ സ്വർണ്ണവർണ്ണം പുതച്ചു നിൽക്കും. അപൂർവ ഇനം സസ്യങ്ങളുടെയും ജീവികളുടെയും ജൈവ വൈവിധ്യ കേന്ദ്രം കൂടിയാണ് മാടായിപ്പാറ. 1200ഓളം ഇനം സസ്യ സാന്നിധ്യമുള്ള ജില്ലയിൽ 675 ഇനം മാടായിപ്പാറയിലുണ്ട്. ഇതിൽ 164 എണ്ണം ഇവിടെ മാത്രമുള്ളതും 9 ഇനങ്ങൾ പശ്ചിമഘട്ടത്തിലുള്ളവയുമാണ്. റൊട്ടാറിയ മലബാറിക്ക, നിംഫോസിസ്, കൃഷ്ണ കസൈര, ലെപ്പിഡാകത്തിലം, കേരളൻസിസ്, ഏറിയോകുലായി, മാടായിപ്പാറൻസിസ്, ലിൻഡർനിയ മാടായിപ്പാറൻസിസ്കോ, എലാൻറ്റിൻ മാഡായൻസിസ് തുടങ്ങിയ 11 ഇനം സസ്യങ്ങളെ മാടായിപ്പാറയാണ് സസ്യലോകത്തിന് സമ്മാനിച്ചത്. സംസ്ഥാനത്ത് കണ്ടെത്തിയ 326 ഇനം ചിത്രശലഭങ്ങളിൽ 156 ഇനം ശലഭങ്ങളും മാടായിപ്പാറയിലുണ്ട്. കൂടാതെ 160 ഇനം തുമ്പികളുടെ സാന്നിധ്യമുള്ള സംസ്ഥാനത്ത് 60 ഇനം തുമ്പികളെ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. തവള, ഉരക വിഭാഗത്തിലെ വിവിധ ഇനങ്ങളും മാടായിപ്പാറയിലുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. 258 ഇനം പക്ഷികളുടെ സാന്നിധ്യമുള്ള മാടായിപ്പാറയിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നടക്കം 110 ഇനം പക്ഷികൾ പറന്നെത്തുന്നുണ്ട്. വേനലിലും വറ്റാത്ത വടുകുന്ത തടാകവും ചരിത്രത്തിന്റെ തിരുശേഷിപ്പുകളായി ജൂതക്കുളവും ടിപ്പുവിന്റെ പടയോട്ടവുമായി ബന്ധപ്പെട്ട ശേഷിപ്പുകളും കൊണ്ട് ശ്രദ്ധേയമാണ് മാടായിപ്പാറ. കണ്ണൂർ ജില്ലയിലെ മാടായി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന 600 ഏക്കറോളം പരന്നു കിടക്കുന്ന കുന്നിൻ പ്രദേശമാണ് മാടായിപ്പാറ. പ്രകൃതി ഭംഗിയാലും ജൈവ വൈവിധ്യങ്ങളാലും സമ്പന്നമായ ഏഴമലയ്ക്ക് തൊട്ടുകിഴക്കാണ് മാടായിപ്പാറ. ഒരു കാലത്ത് പ്രദേശം മുഴുവൻ വെള്ളത്തിനടിയിലായിരുന്നുവെന്ന് കേരളോൽപ്പത്തിയിൽ പരാമർശമുണ്ട്. വെള്ളം നീങ്ങി ഉയർന്നു വന്ന കരഭാഗത്തെ മാട് എന്ന് വിളിക്കാറുണ്ട്. അത് പിന്നെ പാറപ്രദേശമായപ്പോൾ മാടായിപ്പാറയായി. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.